വൈദേഹി നാഭിച്ചുഴിയുടെ താഴെയായി കാണുന്ന അവളുടെ നീണ്ട മുറിപ്പാട് എന്നും ആ മുറിവ് ഉണങ്ങാതെ അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. വൈദേഹി എന്ന് തങ്ങളുടെ വീട്ടിലെത്തിയിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. താനും ശിവേച്ചിയും കൂടെ തൊടിയിലുണ്ടായിരുന്ന കുളത്തിൽ നീന്താൻ പോയതാണ്. അത് കണ്ടുകൊണ്ട് അവളും വന്നു. നീന്തൽ അത്ര വശമില്ലെന്നും സൂക്ഷിച്ചു വേണമെന്നുമൊക്കെ കനകവാൻറ്റി വിളിച്ചു പറഞ്ഞു. കുഴപ്പമില്ല ആൻറ്റി, ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട, ശിവേച്ചി വിളിച്ചു പറഞ്ഞുകൊണ്ട് വൈദേഹിയും കൂട്ടി പടവുകൾ ഇറങ്ങി വന്നു. താനും ചേച്ചിയും കൂടി ഒന്നുകൂടെ കുളിക്കുവാനായി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഓടി വരും ഇവള്. എവിടെ ഇടിച്ചു കയറി പോകുന്ന സ്വഭാവമാണ് വൈദേഹിക്ക്. താൻ അപ്പോഴൊക്കെ ദേഷ്യത്തിൽ അവളെ നോക്കും. അമ്മ പറഞ്ഞതുകൊണ്ട് കുറച്ചേറെ ചെമ്പരത്തിയില പൊട്ടിച്ച് താളിയാക്കി അരച്ചെടുക്കുകയാണ് ചേച്ചിയും വൈദേഹിയും. നീന്തൽ നല്ല വശമായതുകൊണ്ട് താൻ കുളത്തിലൂടെ അക്കരെ ഇക്കരെ നീന്തി തുടിച്ചു. താളിയൊക്കെ അരച്ച ശേഷം അതെല്ലാം മുടിയിൽ തേച്ച് പതിപ്പിച്ച് ആദ്യം കുളിക്കാൻ തുടങ്ങിയത് ശിവചേച്ചിയാണ്. വൈദേഹി ആ നേരത്ത് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെയും അവളുടെ നാട്ടിലെ കഥകൾ. ചേച്ചിക്ക് അവളുടെ സംഭാഷണം പണ്ട് മുതൽക്കേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു കൊച്ചു കുട്ടി എന്നതുപോലെ കേൾവിക്കാരായി ഇരിക്കുന്നത് കാണാം. ശിവ, മോളെ, ശീതൾ വിളിക്കുന്നു, കേറി വാ. ചേച്ചിയുടെ ക്ലാസ്മേറ്റാണ് ശീതൾ. ഹോളിഡേയ്സ് ആയതിനാൽ ശീതളും അവളുടെ ബ്രദറും കൂടി വെറുതെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ശിവചേച്ചി കുളിക്കുവാണെന്നുള്ള കാര്യം അമ്മ പറഞ്ഞത്. എന്നിട്ട് കനകാൻറ്റി അയച്ചതാണ് ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാൻ. ശീതൾ വന്നെന്ന് കേട്ടതും ചേച്ചി വേഗം തന്നെ കുളിച്ചു കയറി. വൈദേഹി, നീ പെട്ടെന്ന് കുളിച്ചിട്ട് വരൂ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ചേച്ചി പറഞ്ഞത് അവൾ തലകുലുക്കി. മോനെ, നീ ഇവിടെ ഒപ്പം ഒന്ന് കൂട്ടി നിൽക്കണം. വൈദേഹി പെട്ടെന്ന് തന്നെ കുളിച്ചു കയറും. രുദ്രനെ നീക്കി പറഞ്ഞുകൊണ്ട് ശിവ വീട്ടിലേക്ക് ഓടി. താൻ അടുത്തു നിന്നതും വൈദേഹിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. വെള്ളത്തിനിറങ്ങാൻ മടിച്ചുകൊണ്ട് അവൾ അങ്ങനെ നിന്നു. നീ കുളിക്കുന്നുണ്ടെങ്കിൽ വേഗം കുളിച്ചു വരാൻ നോക്ക്, അല്ലാതെ ഇവിടെ കാഴ്ചയും കണ്ട് നിന്നാലേ എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാത്റൂമിൽ കുളിച്ചോളാം, രുദ്രേട്ടൻ കയറി പൊയ്ക്കോ, അവൾ അല്പം ജാള്യതയോടുകൂടി പറഞ്ഞു. ഈ കോലത്തിലാണോ നീ കയറി വരാൻ പോകുന്നത്? ശീതളിന്റെ ബ്രദറൊക്കെ ഉണ്ട്. താൻ അത് പറഞ്ഞതും അവൾ വിഷമത്തോടു കൂടി നോക്കി. എന്നിട്ട് വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി. 5 മിനിറ്റിനുള്ളിൽ അവളുടെ കുളിയൊക്കെ കഴിഞ്ഞു. വേഷമൊക്കെ മാറുവാനായി കുളപ്പഴുവിനോട് കുറച്ച് മാറി ഒരു റൂമുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി. ഇറങ്ങി വന്നപ്പോഴാണ് ഓർത്തത്, സോപ്പ് എടുത്തില്ലല്ലോ ഒന്ന്. രുദ്രേട്ട, ആ സോപ്പ് ഒന്ന് എടുത്തുകൊണ്ട് വരുമോ? താഴെ നിന്നും കയറി വരുന്ന തന്നോട് അവൾ വിളിച്ചു ചോദിച്ചു. വേണമെങ്കിലൊന്ന് എടുത്തോണ്ട് പോടി, ഞാനെന്താ നിന്റെ വേലക്കാരനാണോ? അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് താൻ കയറിപ്പോന്നു. വീണ്ടും വൈദേഹി പടവിലൂടെ താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. മോളെ ശിവേ, വൈദേഹി ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? വീട്ടിലേക്ക് വന്ന ശീതളിനോടും അവളുടെ ചേട്ടനോടും സംസാരിച്ചിരുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു കാണും. കനകവാൻറ്റി വന്ന് ചോദിച്ചപ്പോൾ താൻ ഞെട്ടിപ്പോയി. അപ്പോൾ അവൾ കുളിച്ചു കയറി വന്നില്ലേ? രുദ്ര, വൈദേഹി നീ ഒരുമിച്ചല്ലേ വന്നത്? ശിവചേച്ചി ചോദിച്ചതും തൻ്റെ നെറ്റി ചൊളിഞ്ഞു. കുളിച്ചു കഴിഞ്ഞായിരുന്നു ചേച്ചി, ഞാനാ മുന്നിൽ പോന്നത്. അയ്യോ, എന്നിട്ടെൻ്റെ കുഞ്ഞെവിടെ? കനകമാൻറ്റി ഉറക്കെ വിളിച്ചുകൊണ്ട് കുളപ്പടവിലേക്ക് ഓടി. അതിനേക്കാൾ വേഗത്തിൽ ഓടിപ്പോയത് താനായിരുന്നു. പടവുകൾ ഓടിയിറങ്ങി ചെന്നപ്പോഴുണ്ട് അവിടെ വീണ് കിടക്കുന്ന വൈദേഹിയെ കണ്ടു. എല്ലാവരും കൂട്ട നിലവിളിയോടുകൂടി ഇറങ്ങി വന്നപ്പോഴാണ് അവളുടെ വയറിൻ്റെ ഭാഗത്തുനിന്ന് രക്തം ഒഴുകി വരുന്നത് കണ്ടത്. എങ്ങനെയോ കാലുതെറ്റി വീണതാ. കൂർത്ത ഉരകല്ലിൽ കൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ വയറ് മുറിഞ്ഞിരുന്നു. പെട്ടെന്ന് അമ്മയും കനകാൻറ്റിയും ഒക്കെ ചേർന്ന് അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു. 4 സ്റ്റിച്ചുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. കൊച്ചു കുട്ടിയല്ലേ, നിനക്കൊന്ന് നോക്കേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. രുദ്രേട്ട, വൈദേഹി വിളിച്ചതും അവൻ ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഏട്ടൻ കഴിക്കുന്നില്ലേ? എന്നാൽ ഇവിടെ വന്ന് ഇരിക്കുന്നേ, ഞാൻ തരാം, പറഞ്ഞുകൊണ്ടവൾ കഞ്ഞിയെടുത്ത് അവനും കോരി കൊടുത്തു. ഇനി ഞാൻ കഴിച്ചോളാം, വൈദേഹി പോയി അവിടെ ഇരുന്നു. രുദ്രൻ പറഞ്ഞെങ്കിലും വൈദേഹി അത് സമ്മതിച്ചില്ല. രുദ്രേട്ടൻ ഇത് മുഴുവൻ എന്നെക്കൊണ്ട് കുടിപ്പിച്ചില്ലേ, അതുപോലെ ഞാനും ചെയ്യും, നോക്കിക്കോ, പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് അവന് കോരി കൊടുത്തുകൊണ്ടേയിരുന്നു. ശോ,
ആ പാവം ചേട്ടൻ മരിച്ചുപോയി. കഷ്ടായല്ലേ? ആ ചേച്ചിക്ക് ആരാ ഉള്ളത്? അപ്പുറത്തെ റൂമുകളിൽ എവിടുന്നോ ഒരു കരച്ചിൽ കേട്ടതും വൈദേഹി ആലോചനയോടെ പറഞ്ഞു. കുറച്ചു മുന്നേ നടക്കാൻ പോയപ്പോൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന ഒരാൾ മരിച്ചിരുന്നു. അയാളുടെ ഭാര്യയുടെ നിലവിളി ഓർത്തുകൊണ്ടാണ് വൈദേഹി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് രുദ്രന് മനസ്സിലായി. നമ്മളെല്ലാരും മരിച്ചു പോവോ രുദ്രേട്ട? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ലെന്നേ, വൈദേഹി എപ്പോഴും എന്തിനാ മരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നേ? നല്ല കുട്ടിയാണെങ്കിൽ ഇങ്ങനൊന്നും പറയല്ലേ. വെറുതെ പറഞ്ഞതാ, ഇനി അങ്ങനെ പറയില്ല. ഞാൻ നല്ല കുട്ടിയാണോ? അതെ. ഇരുവരും സംസാരിച്ചിരുന്നപ്പോ സിസ്റ്റർ ലയ വൈദേഹിക്ക് എന്തോ മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു. ഭയങ്കര കയ്പായിരുന്നതിനാൽ അവൾക്കത് കുടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. വളരെയധികം ഓക്കാനിച്ചാണ് അവൾ ആ മരുന്നൊന്ന് ഇറക്കിയത്. അതും രുദ്രൻ അവളെ ഏറെയധികം നിർബന്ധിച്ചതിനാൽ. എന്നിരുന്നാലും ശരി, ആ മരുന്ന് കുടിച്ച ശേഷം അരമണിക്കൂറിനുള്ളിൽ വൈദേഹി ഉറങ്ങിപ്പോയി. സാർ, നാളെ കാലത്തെ 5 മണിയാകുമ്പോൾ ഞാൻ വന്ന് വിളിച്ചോളാം. 5:30 സാറിനോട് ഇവിടുന്ന് മടങ്ങാനാണ് ഡോക്ടർ അറിയിച്ചത്. കിടക്കാനായി തുടങ്ങിയപ്പോഴാണ് സിസ്റ്റർ ലയ വീണ്ടും വന്ന് ഡോറിൽ മുട്ടിയത്. അവർ വന്ന് കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ രുദ്രൻ തലകുലുക്കി സമ്മതിച്ചു. എന്നിട്ട് അവന് ഉറങ്ങാനായി പതിയെ കിടന്നു. ഉറക്കമൊന്നും അവന് വന്നില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അങ്ങനെ കിടക്കുകയാണ്. നാളെ കാലത്തെ വൈദേഹി ഇവിടെ തനിച്ചാക്കി എങ്ങനെ പോകും? അതാണ് അവന്റെ ചിന്ത. വൈദേഹി കാലത്ത് 5 മണിയായപ്പോൾ ഡോറിൽ ആരോ മുട്ടുന്നത് പോലെ രുദ്രന് തോന്നി. പെട്ടെന്നവൻ എഴുന്നേറ്റു. വാതിൽക്കൽ ലയ സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സാർ. അവനെ നോക്കി സിസ്റ്റർ ലയ ചിരിച്ചു. വൈദേഹി ഇതുവരെ ഉണർന്നിട്ടില്ലല്ലോ അല്ലേ? സിസ്റ്റർ റൂമിലേക്ക് കയറി വന്നു. ബെഡിൽ കിടന്നുറങ്ങുന്ന വൈദേഹിയെ നോക്കി അവർ പറഞ്ഞു. ഇല്ല, ആളിപ്പോഴും നല്ല ഉറക്കത്തിലാ. ഇന്നലെ സിസ്റ്റർ കൊടുത്ത ആ മരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു. നല്ല ഉറക്കം കിട്ടുവാനായുള്ള ഒരു മരുന്നാ. ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം വൈദേഹിക്ക് ഒരുപാട് ക്ഷീണമാകും. ഇന്നു മുതൽക്കേ വൈദേഹിയുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കും. എന്തായാലും സാറ് വൈകാതെ ഇറങ്ങിക്കോ. 6 മണിയാവാതെ വൈദേഹി ഉണരില്ല. അത് പിന്നെ സിസ്റ്റർ, ഇവളെ ഇവിടെ തനിച്ചാക്കി പോകാൻ എനിക്കൊട്ടും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഒന്നും യാതൊരു ടെൻഷനും വേണ്ട. ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. വൈദേഹിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഞങ്ങൾ ശ്രദ്ധിക്കും. തന്നെയുമല്ല, ഇയാൾക്ക് വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. അങ്ങനെയാ ഡോക്ടർ ഇന്നലെ പറഞ്ഞത്. സാരമില്ല സിസ്റ്റർ, എനിക്ക് ബുദ്ധിമുട്ടാവില്ല. ഞാനവിടെ നിന്നോളാം. താങ്കളൊന്ന് പോയിട്ട് വരൂ. വൈദേഹിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നറിയാം. ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സാർ. ലയ കാര്യങ്ങൾ ഒന്നൊന്നായി അവന് വിശദീകരിച്ചു കൊടുത്തു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൻ അവിടുന്ന് മടങ്ങാൻ തയ്യാറായി. പല്ല് തേച്ച് കുളിച്ച് ഫ്രഷായി വേഗം ഡ്രസ്സൊക്കെ മാറി. വാതിൽക്കലെത്തിയതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും അവൾ ഉറക്കത്തിലാണ്. രുദ്രേട്ടൻ എന്നെ ഇട്ടിട്ട് പോകല്ലേ? വൈദേഹി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്. ഇല്ല, ഞാൻ പോവില്ല. സത്യാണോ അതോ എന്നെ പറ്റിക്കുവോ? തലേ ദിവസത്തെ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് അവൻ വരാന്തി കൂടി നടന്നു. എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ അവൾ ആകെ വിഷമിക്കും. കരഞ്ഞു നിലവിളിക്കും. ഇനി എന്തെങ്കിലും അവിവേകം കാണിക്കുമോ? എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാണ്. ഡോക്ടർ വ്യാസിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഹലോ ഡോക്ടർ. ആ രുദ്രൻ, പറയൂ, എവിടെ എത്തി? ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. പോയില്ലേ? ഇല്ല, പോയില്ല. പോകണമെന്ന് നിർബന്ധമുണ്ടോ ഡോക്ടർ? അവളെ ഒറ്റയ്ക്കാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. എന്താ പറ്റിയേ? ഇന്നലെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ലേ? അതല്ല ഡോക്ടർ, അവൾ എന്നെ കാണാതെ വരുമ്പോൾ ബഹളം വയ്ക്കുമോ എന്നൊരു പേടി. ഏയ്, ഇറ്റ്സ് ഓക്കെ മാൻ. അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. താൻ പേടിക്കാതെ പോയിട്ട് വാ. ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോഴേക്കും ആ കുട്ടിക്ക് കാര്യമായ മാറ്റങ്ങളൊക്കെ വരും. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ രുദ്രൻ വീട്ടിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം അവൻ്റെ മനസ്സാകെ കലുഷിതമാണ്. ഒപ്പം ഒരേയൊരു പ്രാർത്ഥനയും, വൈദേഹിയെ കാത്തു രക്ഷിക്കണേ എന്ന്. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നിൽ എന്തിനാണ് ഇങ്ങനെ നീറ്റൽ പടർത്തുന്നത്? അവൻ ഓർത്തു നോക്കി. അത്രമാത്രം അവൾ എന്തിനാണ് ഇങ്ങനെ തന്നെ സ്നേഹിക്കുന്നത്? ഊണിലും ഉറക്കത്തിലുമെല്ലാം അവൾക്ക് താൻ മാത്രം മതി. ഇനി ഓർമ്മ തിരികെ കിട്ടുമ്പോൾ
അവക്ക് തന്നോടുള്ള സ്നേഹമൊക്കെ മാറുമോ? രുദ്രന്റെ നെറ്റി ചുളിഞ്ഞു. കൃത്യം 6 മണിക്ക് വൈദേഹി ഉണർന്നു. കണ്ണു തിരുമ്മി എഴുന്നേറ്റ് നോക്കിയപ്പോഴുണ്ട് ലയ സിസ്റ്റർ ഇരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ അവൾ എഴുന്നേറ്റ് ബെഡിലിരുന്നു. ആ, മിടുക്കിക്കുട്ടി ഉണർന്നുവല്ലോ. ഗുഡ് മോർണിംഗ്. ലയ അവളുടെ അടുത്തേക്ക് വന്നു. പേസ്റ്റും ബ്രഷും എടുത്ത് കയ്യിൽ കൊടുത്തു. പല്ലൊക്കെ തേച്ചു വാ, അപ്പോഴേക്കും ഞാൻ ചായ എടുത്തു തരാം. ലയ പറഞ്ഞതും വൈദേഹി ചുറ്റിനും നോക്കി. രുദ്രേട്ടൻ എവിടെ? ഡോക്ടർ വ്യാസ് വിളിച്ചിട്ട് പോയതാ. മോള് ബ്രഷ് ചെയ്യ. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. പല്ലൊക്കെ തേച്ച് മുഖം കഴുകി വന്നു. ലയ എടുത്തു വെച്ച കാപ്പി അവൾ മേടിച്ചു കുടിച്ചു. എന്നിട്ട് അതും കുടിച്ചുകൊണ്ട് ഇടയ്ക്കെല്ലാം എഴുന്നേറ്റ് വാതിൽക്ക വരെ പോയി നോക്കുന്നുണ്ട്. രുദ്രേട്ടൻ ഇപ്പൊ എത്തുവോ സിസ്റ്റർ? അറിയില്ല, ഡോക്ടർ സംസാരിച്ച ശേഷം വിടും. വൈദേഹി ഇവിടെ വന്നിരിക്കെ, ഞാനൊരു കാര്യം പറയാം. സിസ്റ്റർ ലയ വിളിച്ചതും അവൾ അവരുടെ അടുത്തേക്ക് വന്നു. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ ലയ വെച്ചിട്ടുണ്ട്. വൈദേഹിയുടെ മുടിയെല്ലാം അഴിച്ചു. അവൾ ചീർപ്പെടുത്ത് ചെയ്യി. എന്നിട്ട് കുറേശ്ശെ എണ്ണ അവളുടെ നെറുകയിലാണ് ആദ്യം തേച്ചു കൊടുത്തത്. ശേഷം മുടിയിഴകളിലൂടെ നന്നായി മസാജ് ചെയ്തു കൊടുത്തു. ആ സിസ്റ്റർ, ഒരു മിനിറ്റ്. ഏട്ടന്റെ ശബ്ദം പോലെ. പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു. അത് ഏട്ടനല്ലടാ, അത് ഇവിടുത്തെ രാമേട്ടനാണ്. ലയ പറഞ്ഞതും അവളുടെ മുഖം വാടി. 1/2 മണിക്കൂർ നേരം ലയ അവൾക്ക് മസാജ് ചെയ്തു കൊടുത്തു. ശേഷം അവളെ കുളിപ്പിക്കാനായി കൊണ്ടുപോയി. എനിക്ക് ഈ സോപ്പിന്റെ മണം അടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുവാ. ആണോ? എന്നാലേ വൈദേഹിക്ക് വേറെ ഒരു സോപ്പ് ഞാൻ കൊണ്ടുവന്നുതരാം, വൈകിട്ടാവട്ടെ. ലയ പറഞ്ഞത് അവൾ തലകുലുക്കി. രുദ്രേട്ടൻ എപ്പോൾ വരും? ഒരു 100 ആവർത്തിയെങ്കിലും അവൾ ലയയോട് ചോദിച്ചു. പെട്ടെന്ന് വരും. ഇല്ലെങ്കിലേ കുളിച്ചു കഴിഞ്ഞ് നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. എന്നാൽ പെട്ടെന്ന് തന്നെ കുളിപ്പിക്കുമോ? ആ, കുളിപ്പിക്കാം. വൈദേഹി നല്ല കുട്ടിയായിട്ടിരിക്കണേ. ആ. അവൾ കൊച്ചു കുട്ടികളെപ്പോലെ തല കുലുക്കി കാണിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ഒരു വേഷമാണ് അവളെ ലയ ഇടിപ്പിച്ചു കൊടുത്തത്. ഇളം നീല നിറമുള്ള ഒരു ഗൗൺ. ഡോക്ടർ വ്യാസിന്റെ അടുത്തേക്ക് ലയയോടൊപ്പം അവൾ വേഗത്തിൽ നടന്നു. രുദ്രനെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത. തുടരും.